ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഗ്യാസൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഗ്യാസ് തീർന്നു പോകാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഗ്യാസ് അടുപ്പിലൊക്കെ ബർണറിലൊക്കെ വരുന്ന പൊടിയൊക്കെ കയറിയിരുന്ന് അടഞ്ഞ് അത് ഇല്ലാതാവുമ്പോഴാണ് അതങ്ങനെയൊക്കെ പറ്റുന്നത്. അതുപോലെ തന്നെ ഗ്യാസ് കത്തിക്കുമ്പോഴും അതിൻ്റെ ആ ഒരു ഇത് കത്തിക്കുമ്പോൾ ആ തീ മഞ്ഞ കളറിലൊക്കെ കത്തുകയാണെങ്കിൽ ഗ്യാസ് അടുപ്പൊക്കെ നല്ലതുപോലെ കംപ്ലൈൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഗ്യാസ് അടുപ്പെന്ന് വെച്ചാൽ കുറേ നാൾ നല്ല പഴക്കമുള്ള ഗ്യാസ് അടുപ്പാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് അടുപ്പാണെങ്കിൽ നല്ലതുപോലെ പഴക്കം ചെന്ന ഗ്യാസ് അടുപ്പാണ്. അപ്പോൾ നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ആ ബർണർ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കണം. അപ്പോൾ ഇന്ന് ബർണർ ഞാൻ നല്ല വൃത്തിയാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ 2 ബർണറും എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോൾഗേറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ബർണറിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് കോൾഗേറ്റ് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഇതാണ് കേട്ടോ, ടിപ്സാണ് കേട്ടോ ഈ കോൾഗേറ്റ് കൊണ്ടുള്ള ടിപ്സ്. അപ്പോൾ ഞാൻ ഇത് ബർണറിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ കോൾഗേറ്റ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലതുപോലെ തിളച്ച് കിടക്കുന്ന വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിലുള്ള അഴുക്കും പൊടികളെല്ലാം നല്ലതുപോലെ പോയി കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വിമ്മിൻ്റെ ലിക്വിഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 15 മിനിറ്റ് ഒന്ന് നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞ ശേഷം നമുക്കൊരു പഴയ ബ്രഷ് ഉപയോഗിച്ച് അത് നല്ലതുപോലെ ഒന്ന് തേച്ച് കഴുകിയെടുക്കണം കേട്ടോ. നല്ലതുപോലെ തേച്ച് കഴിയുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ അകം മൊത്തം നല്ലതുപോലെ പൊടി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നല്ലതുപോലെ പൊടിയൊക്കെ നല്ലതുപോലെ തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പഴയ ഗ്യാസ് അടുപ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെ ബർണറൊക്കെ പഴയതാണെങ്കിൽ നിറയെ തന്നെ പൊടികളും തുരുമ്പൊക്കെ കയറി അത് പെട്ടെന്ന് അടഞ്ഞു പോകാറുണ്ട്. അങ്ങനെ അടയുമ്പോൾ തീ നല്ലതുപോലെ കത്താറില്ല. അപ്പോഴും നമുക്ക് ഗ്യാസ് കുറേ നമുക്ക് നഷ്ടമാവും. മറ്റേ തീ നല്ലതുപോലെ കത്തിയാൽ മാത്രമേ നമുക്ക് ഗ്യാസ് കുറച്ച് ചിലവ് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നല്ലതുപോലെ അതിനെ തേച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൾഗേറ്റ് മൊത്തത്തിൽ നല്ലതുപോലെ പോകാൻ നമുക്ക് ആ ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ തേച്ച് കഴിയ ശേഷം കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കഴുകി നല്ലതുപോലെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഇവിടെ തുടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ആ ഒരു പൊടിയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി നമുക്ക് ടൂപ്പിക്ക് ഉപയോഗിച്ച് ആ ഒരു ഹോളിലൊക്കെ എല്ലാ ഹോളിലും നമുക്ക് അതൊന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോഴെല്ലാ പൊടിയും ഒന്ന് നമുക്ക് മാറ്റിക്കളയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കണ്ടോ നിറയെ അഴുക്കുണ്ട് കേട്ടോ. ആ പൊടി നമ്മൾ ആ ഹോളിലൊക്കെ നിറയെ അഴുക്ക് പറ്റിയിരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമ്മൾ ഒന്ന് കുത്തി കൊടുക്കുക. ഇതുപോലെ ഒന്ന് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതെല്ലാം വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് അടുപ്പ് നമ്മൾ കത്തിക്കുമ്പോൾ നല്ല രീതിയിൽ കത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അധികം ഗ്യാസ് നമുക്ക് ചിലവാവില്ല കേട്ടോ. നമുക്ക് 2 മാസം കൊണ്ട് ഉപയോഗിക്കുന്ന ഗ്യാസൊക്കെ 4 മാസം കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ തക്കാളിയൊക്കെ കുറേ വാങ്ങിച്ച് വയ്ക്കുമ്പോൾ വില കുറഞ്ഞ സമയത്തൊക്കെ കുറേ വാങ്ങിച്ച് വയ്ക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഇല്ലാതായി പോവാതിരിക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. നമ്മൾ തക്കാളിയൊക്കെ വാങ്ങിച്ച ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിനെ ഒരു നല്ലൊരു തുണി കൊണ്ട് തുടച്ചെടുക്കാം. നല്ലതുപോലെ അതിൻ്റെ ഈർപ്പം നല്ലതുപോലെ തുടച്ചെടുക്കണം. അപ്പോൾ വില കുറവുള്ള സമയത്തൊക്കെ ഇതുപോലെ വാങ്ങിച്ച് തക്കാളി നല്ലതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം തക്കാളി നമുക്ക് ഫ്രിഡ്ജിലായാലും പുറത്തായാലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തതാണ്. അത് ഞാൻ ഇതിലേക്ക് അതിൻ്റെ ആ ഞെട്ട് ഭാഗത്തേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ തക്കാളി പെട്ടെന്ന് ഇല്ലാതായി വരില്ല കേട്ടോ. നമ്മൾ ഞെട്ട് ഭാഗമാണല്ലോ പെട്ടെന്ന് നമ്മൾ തക്കാളി അഴുകിപ്പോകുന്നത്. അപ്പോൾ അതിനുശേഷം ഇതുപോലെ ഒന്ന് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ എത്ര തക്കാളി ഉണ്ടെങ്കിലും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കേടാവാതെ കുറച്ച് നാൾ നമുക്ക് തക്കാളി കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലും വയ്ക്കാം, അല്ലാതെ പുറത്ത് വേണമെങ്കിലും വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തക്കാളി എല്ലാം ആ എണ്ണയും ഉപ്പും ഉള്ള മിക്സ് ഞാൻ അതിലേക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് പുറത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് കേടാവാതിരിക്കും കേട്ടോ.
അപ്പോൾ ഞാൻ ദാ ഇവിടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ നമ്മൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇത് കേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ? നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ ഗോതമ്പ് വാങ്ങിച്ച് പൊടിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉളുപ്പം വരാറുണ്ട്. നമ്മൾ ചെറിയ കരിച്ചയും പ്രാണികളൊക്കെ ആ ഗോതമ്പ് മാവിൽ പറ്റിപ്പിടിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റാതെ ആവാറുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി കുറച്ച് വറ്റൽ മുളക് നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൽ കരിച്ചയോ അതുപോലെ തന്നെ ചെറിയ ഇത് പ്രാണികളോ ഒന്നും ഗോതമ്പ് മാവിൽ വരില്ല. നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ആ ഗോതമ്പ് മാവ് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് സൂക്ഷിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്സും ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ? നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ പച്ചരി വാങ്ങിക്കുമ്പോൾ അത് കുറച്ച് ദിവസം ആകുമ്പോൾ തന്നെ പച്ചരി പെട്ടെന്ന് കരിച്ച് കയറാറുണ്ട്. അപ്പോൾ പച്ചരി മാത്രമല്ല ചാക്കരി ആയാലും പെട്ടെന്ന് കരിച്ച് കയറാറുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഉണങ്ങിയ വേപ്പിലയോ ആരിയ വേപ്പിലയോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള കറിവേപ്പിലയോ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പച്ചരി എത്ര നാളായാലും അതിൽ കരിച്ചയോ ഒന്നും കയറില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ നല്ലത് ആരിയ വേപ്പില ഉണക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.